ഹലോ, വെൽക്കം ബാക്ക് ടു ഫുഡീസ് എക്സ്റ്റസി. ഓണസദ്യയുടെ വിഭവങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ 9ാമത്തേതും അവസാനത്തെയുമായ കൂട്ടുകറിയാണ് ഓലൻ. അപ്പോൾ ഇന്ന് ഓലൻ ഉണ്ടാക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഓലൻ ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടത് കുമ്പളങ്ങയാണ്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. മത്തങ്ങ യൂസ് ചെയ്യുന്നതുണ്ട് ചിലയിടത്ത്, അപ്പോൾ ഇവിടെ നമ്മളെന്തായാലും യൂസ് ചെയ്യുന്നില്ല. ഒരു തൊണ്ടൻ മുളക് 3ആയിട്ട് കട്ട് ചെയ്യുക. അതുപോലെ ഒരു പച്ചമുളകും 3ആയിട്ട് കട്ട് ചെയ്യുക. അടുത്ത മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് വൻപയർ. അത് 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക. ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് ഒരു വിസിൽ കേൾക്കുന്നവരെ വേവിച്ചെടുക്കുക. അപ്പോൾ വൻപയർ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു സാധനമാണ് കേട്ടോ അത്. അതുപോലെ ചിലയിടത്ത് അത് മാമ്പയർ എന്നൊക്കെ പറയും. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ, പച്ചമുളക്, തൊണ്ടൻ മുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഒരു പ്രഷർ കുക്കറിലാക്കുക. അതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ആഡ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് അടച്ച് ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യുക. അപ്പോൾ എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഞാൻ വേറൊരു പാനിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അതിലെ വെള്ളം കുറച്ചൊന്ന് വറ്റണം. നല്ല തിളച്ച് വരുമ്പോഴത്തേനും അതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വൻപയർ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ തേങ്ങയുടെ 1ാം പാൽ ആഡ് ചെയ്യുക. കുറച്ച് ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അത് തിളയ്ക്കാൻ പാടില്ല കേട്ടോ. തിളയ്ക്കുവാണെങ്കിൽ അത് പിരിഞ്ഞു പോവും. അപ്പോൾ തിളയ്ക്കാൻ പാടില്ല. ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഓലൻ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒന്നും മിസ്സാവില്ല. താങ്ക് യു.